നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഏറെ പുരാതനവും ചരിത്ര പ്രാധാന്യം അർഹിക്കുന്നതുമായ തേവലപ്പുറം ത്രിമൂർത്തി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ച് ദേവനെ ചാർത്താനുള്ള തിരുവാഭരണ ഘോഷയാത്ര ഇന്ന് കൊട്ടാരക്കര പടിഞ്ഞാറ്റിൻകര ശ്രീ മഹാദേവർ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെത്തി സ്വീകരണം ഏറ്റുവാങ്ങിയതിനു ശേഷം അടുത്ത സ്വീകരണ സ്ഥലമായ ചന്തമുക്കിലേക്ക് പോവുകയുണ്ടായി. ചിരപുരാതനവും ചരിത്ര പ്രാധാന്യമർഹിക്കുന്നതുമായ തേവലപ്പുറം മൂന്നുമൂർത്തി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ച് ദേവന് ചാർത്താനുള്ള തിരുവാഭരണ ഘോഷയാത്രയാണ് കൊട്ടാരക്കര പടിഞ്ഞാറ്റിൻകര മഹാദേവർ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് ഗണപതി ക്ഷേത്രത്തിലെത്തി സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ചരിത്രപ്രസിദ്ധമായ തേവലപ്പുറം ശ്രീ ത്രിമൂർത്തി ക്ഷേത്രത്തിൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ കുടികൊള്ളുന്ന ഒരേ ശ്രീകോവിലിൽ കുടികൊള്ളുന്ന ദക്ഷിണ കേരളത്തിലെ ഏക ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര പുനരുദ്ധാരണ പരിപാടികൾ നടക്കുന്ന സമയത്ത് ക്ഷേത്രം പുനരുദ്ധാരണ ആവശ്യത്തിലേക്ക് കുഴിക്കുന്ന സമയത്ത് ക്ഷേത്രത്തിൽ നിന്നും കിട്ടിയ തിരുവാഭരണമാണ് ദേവസ്വം സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കുകയും എല്ലാ വർഷവും തിരുവുത്സവത്തിൻ്റെ 7-ാം ദിവസം ഇവ കൊട്ടാരക്കരയിൽ നിന്നും ഇത് ഘോഷയാത്രയായി കൊട്ടാരക്കര ചന്തമുക്ക് അവണൂർ കോട്ടാത്തല പുത്തൂർ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളും പൗരജനാവലികളുടെയും ഭക്തജനങ്ങളുടെയും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ചേരിയിൽ ദേവീക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും ചേരിയിൽ ദേവീക്ഷേത്രത്തിൽ നിന്ന് തലപ്പൊലിയും വിളക്കും ഗജവീരന്മാരുടെയും മറ്റു വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടുകൂടി ഘോഷയാത്രയായി തേവലപ്പുറം മൂന്നുമൂർത്തി ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്ന് ഇന്ന് തിരുദേവനിൽ ചാർത്തി എല്ലാവർക്കും ദർശനം നൽകുന്നതുമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രം പ്രാഥമിക കർമ്മങ്ങൾക്ക് വേണ്ടി കുഴിക്കുന്ന സമയത്താണ് ഈ തിരുവാഭരണം നമുക്ക് അവിടുന്ന് കിട്ടിയത്. പൂർവികരായ ആളുകൾ ഒരു കുടത്തിലാക്കി കുഴിച്ചിട്ടിരുന്ന തിരുവാഭരണം അവിടെ കിട്ടുകയും അത് നമ്മൾ എടുത്ത് ദേവസ്വം ബോർഡ് ഏറ്റെടുത്ത് ദേവസ്വം ബോർഡിൻ്റെ അധീനതയിൽ സൂക്ഷിച്ചു വരുന്നതുമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരേ ശ്രീകോവിലിൽ തന്നെ ത്രിമൂർത്തികൾ സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തികളായ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരന്മാർ ഒരേ ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനം നൽകുന്ന ചിര പുരാതനമായും അതിപ്രശസ്തവുമായ ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഘോഷയാത്രയാണ്. ഞങ്ങൾ അടുത്ത സ്വീകരണ സ്ഥലമായ ചന്തമുക്കിലേക്ക് പോവുകയാണ്. എല്ലാവർക്കും നന്ദി. ത്രിമൂർത്തി നാമത്തിൽ നന്ദി.